ഇവിടെ കുറച്ച് നാൾ മുമ്പ് കുറേ ബൊഗെയിൻവില്ല ചെടികൾ പല നിറത്തിലുള്ളത് കുറേ ചെടിച്ചട്ടികളിലായിട്ട് അടുത്തുള്ള നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. നല്ലോണം പൂക്കളുണ്ടായിരുന്നു. പക്ഷേ മഴ പെയ്തപ്പോൾ എല്ലാ പൂക്കളും കൊഴിഞ്ഞു പോയി. പിന്നെ പൂക്കൾ ഉണ്ടാവണമില്ല. പിന്നെ വെയിൽ വെച്ചിട്ടും പൂക്കളില്ല. അപ്പോൾ ഈ ചെടിയിൽ ഞാനെന്ത് ചെയ്തു, മണ്ണൊക്കെ നീക്കിയിട്ട് കുറേ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു, വളം ചെയ്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പൂടാൻ തുടങ്ങി. എന്നാലും ബാക്കിയുള്ള മിക്കവാറും ചെടികളിലൊന്നും പൂക്കളില്ല. അതിന് തൊട്ടടുത്തൊരു ചെറിയ വേറൊരു ചെടി ഇരിക്കുന്നുണ്ട്, അതിനൊന്നും ചെയ്യാതെ തന്നെ കുറച്ചൊരു ചെറിയ പൂക്കളുണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ള ചെടികളിലൊന്നും പൂക്കളേ ഇല്ല. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് കാര്യമായിട്ട് വായിച്ചു നോക്കാൻ തീരുമാനിച്ചു. പല വീടുകളിലും കണ്ടമാനം പൂക്കളുണ്ട്. ഒരു വീട്ടിൽ ഇവിടെ അടുത്ത് നോക്കുമ്പോൾ വീടിനെക്കാടും പൊക്കത്തിൽ ബൊഗെയിൻവില്ല വളർന്നിട്ടുണ്ട്. പല കളറിൽ കാണാനുണ്ട്, നല്ല ഭംഗിയുണ്ട്. അത് പക്ഷേ നിലത്ത് നട്ടതാണ്, വലിയ കാട് പിടിച്ച് വളർന്ന ചെടിയാണത്. ഒരു 10-25 കൊല്ലെങ്കിലും ആയിട്ടുണ്ടാവും ഞാൻ ആ വഴിക്ക് പോകുമ്പോൾ ആ ചെടി കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തൊക്കെയാണ് വിവരം കിട്ടിയെന്നുള്ള ഒന്ന് പങ്കുവയ്ക്കാം. ബൊഗെയിൻവില്ലയ്ക്ക് ഏറ്റവും അത്യാവശ്യം നല്ല വെയിലാണ്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. വെയിലുള്ളപ്പോൾ നല്ലോണം പൂക്കളുണ്ടായിരുന്നു, വെയിൽ പോയപ്പോൾ പൂക്കൾ പോയി. ദിവസവും കുറഞ്ഞ 6 മുതൽ 8 മണിക്കൂർ വരെ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം ചെടി നടാൻ. ഞാൻ ആ പറഞ്ഞ ചെടി ആ വീടിൻ്റെ മുന്നിലാണ്, മതിലിൻ്റെ സൈഡിലാണ്. അപ്പോൾ അവിടെ വെയിലിന് യാതൊരു കുറവുള്ള സ്ഥലമല്ല. പിന്നെ ആ ചെടി നല്ല പൊക്കത്തിൽ വളർന്നുകൊണ്ട് അതിൻ്റെ അടുത്ത് മരങ്ങളില്ലാത്തതുകൊണ്ട് നല്ല വെയിലുണ്ട്. അപ്പോൾ തണലത്താണ് ഇരിക്കുന്നതെങ്കിൽ ചെടി പടർന്ന് പന്തലിക്കുമെന്നല്ലാതെ പൂക്കൾ കുറവായിരിക്കുമെന്നാണ് പറയുന്നത്. അത് ശരിയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെയുള്ളത് നനയ്ക്കുന്ന രീതി, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയണേ. അതിവിടെ തെറ്റിക്കുന്നുണ്ട്. ബൊഗെയിൻവില്ല എപ്പോഴും നനയ്ക്കേണ്ട ആവശ്യമില്ല അത്രേ. ഇവിടെ എല്ലാ ദിവസവും നനച്ചു കൊടുക്കാറുണ്ട്. ചെടിയുടെ ചുവട്ടിലെ മണ്ണ് നന്നായി ഉണങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നനയ്ക്കുക. ചെടി അല്പം വാടിയ നിലയിൽ കാണപ്പെടുമ്പോൾ നനയ്ക്കുന്നത് പൂക്കൾ വരാൻ പ്രേരിപ്പിക്കുന്നു പറയുന്നുണ്ട്, സ്ട്രെസ് മെത്തേഡ്. കൂടുതൽ നനച്ചാൽ ഇലകൾ മാത്രം ഉണ്ടാവും, പൂക്കൾ കൊഴിയുകയും ചെയ്യും. അതുകൊണ്ടായിരിക്കും മഴക്കാലത്ത് പൂക്കളൊക്കെ പോകുന്നത്, വേനൽക്കാലത്ത് കൂടുതൽ പൂക്കൾ ഉണ്ടാവുന്നു. ഇതും ശരിയായിരിക്കണം. ഞാൻ ഈ പല വീടുകളിലും ബൊഗെയിൻവില്ല ആരും ഒന്നും കയറിയലേ ചെയ്യാറില്ല. എൻ്റെ തറവാട്ടിൽ പണ്ടുണ്ടായിരുന്നു. അതും നമ്മളാരും നനയ്ക്കാറൊന്നുമില്ല. അതിൽ സമയമാകുമ്പോൾ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അതൊക്കെ നിലത്ത് നട്ടാണ്. പക്ഷേ ഇവിടെ ചെടിച്ചട്ടിയിലാകുമ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും നനയ്ക്കുമ്പോൾ, എല്ലാ ചെടികളും നനയ്ക്കുമ്പോൾ ബൊഗെയിൻവില്ലയും നനയ്ക്കും. അതൊരു കാരണമായിരിക്കാം. വളപ്രയോഗം പ്രധാനമാണ്, ഞാനും കേട്ടിട്ടുണ്ട്. പൂവണിയാൻ പൊട്ടാസ്യം അടങ്ങിയ വളങ്ങളാണ് നല്ലതെന്നാണ് പറയണേ. ഞാൻ ചാണകപ്പൊടിയാണ് ഇപ്പോൾ ഈ അടുത്ത് ഇട്ട് കൊടുത്തത്. ജൈവവളം ഇവർ പറയണത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചുവട്ടിൽ ചേർക്കുക എന്നുള്ളതാണ്. എല്ലുപൊടി ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇല്ല, വേപ്പിൻ പിണ്ണാക്ക് കുറച്ചുണ്ട്, വേണമെങ്കിൽ നാളെ ഇട്ട് കൊടുക്കാം. രാസവളത്തിൽ ഞാനിവിടെ ഉപയോഗിക്കാറാകെ NPK 19-19-10 അതല്ല ഇവർ പറയണേ. പൊട്ടാസ്യമല്ലേ വേണ്ടത്. അപ്പോൾ പൊട്ടാഷാണ് വളരെ ചെറിയ അളവിൽ ഉപയോഗിക്കുന്ന പൂക്കൾ നനയാൻ സഹായിക്കുന്ന പറയണേ. പൊട്ടാഷ് ഞാൻ അടുത്ത കാലത്തൊന്നും വാങ്ങിച്ചിട്ടില്ല. ചെറുപ്പത്തിൽ ഒക്കെ കേട്ടിട്ടുണ്ട്, നമ്മുടെ തെങ്ങിനൊക്കെ ഇടാൻ വാങ്ങിക്കാമെന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് അന്നും പൊട്ടാഷ് വാങ്ങിച്ചിടുന്ന ഓർമ്മയില്ല. അധികം ചാരമാണ് ഇട്ട് കൊടുക്കാറ്. ചാരത്തിൽ പൊട്ടാസ്യം കൂടുതലാണല്ലോ. പിന്നെ മറ്റ് വിദ്യകൾ പറയുന്നത് കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് നേർപ്പിച്ചൊഴിക്കുന്നതും ഉള്ളിത്തൊലി കുതിർത്ത വെള്ളം ഒഴിക്കുന്നതും നല്ലതാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസം നാടൻ വിദ്യകളെപ്പറ്റി പോസ്റ്റ് ചെയ്തപ്പോൾ ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ ഉപയോഗിച്ച് നോക്കാം. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് ഞാൻ വായിച്ചാണ് അരി കഴുകിയ വെള്ളം പുളിപ്പിച്ചിട്ട്. അതിപ്പോൾ ഞാൻ അവിടെ സ്ഥിരമായിട്ട് പല ചെടികൾക്കും, അത് കാര്യമായിട്ട് പച്ചക്കറിക്കാണ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രൂണിങ്ങും വളരെ പ്രധാനമാണ് അത്രേ. മുന്തിരിക്കൊക്കെ പറയാറുണ്ട്, മുന്തിരിവള്ളി നന്നായിട്ട് മുന്തിരിങ്ങ ഉണ്ടാവണമെങ്കിൽ ഉണങ്ങിയതൊക്കെ മാറ്റി കളയണം, പ്രൂൺ ചെയ്ത് കളയണം, മുറിച്ചൊക്കെ കളയണം. അതുപോലെ തന്നെ ഇതിൽ പറയണത് തന്നെയാണ്, പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞ ശേഷം ആ കമ്പുകൾ അല്പം മുറിച്ച് മാറ്റുക. മുറിക്കുന്ന ഭാഗത്തുനിന്ന് പുതിയ ശാഖകൾ വരികയും അതിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ കറിവേപ്പിനും ഇതേപോലെ പറയാറുണ്ട്. കറിവേപ്പിന് പൂവുണ്ടാവാനല്ല, നമ്മൾ നുള്ളിയെടുക്കുമ്പോൾ ഇല മാത്രമായിട്ട് നുള്ളിയെടുക്കരുത്, ചെറിയ ശിഖരമായിട്ട് നുള്ളിയെടുക്കണം. എന്നാൽ അവിടെയൊക്കെ പുതിയ ശിഖരങ്ങളും വരുന്നുള്ളതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചട്ടിയുടെ വലുപ്പത്തിനെ പറ്റി പറഞ്ഞത് ഒരു രസമായി തോന്നി. വലിയ ചട്ടിയിൽ വളർത്തുന്നതിനേക്കാൾ വേരുകൾ അല്പം തിങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് കൂടുതൽ പൂടുന്നതെന്ന് പറയണേ. അത് എത്ര ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇവിടെ ചെറിയ ചട്ടിയിൽ വളർത്താൻ നല്ലതെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ഇവിടെ ധാരാളം ചെറിയ ചട്ടികളുണ്ട്. പക്ഷേ അതിന് മറ്റു കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും. ദിവസം നനച്ചു കൊടുക്കുന്നതും വെയിൽ പോരാഞ്ഞിട്ടും വളം പോരാഞ്ഞിട്ടൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ ഇവിടെ ചെറിയ ചെടിച്ചട്ടികളിൽ ധാരാളം ബൊഗെയിൻവില്ല വളർത്തുന്നുണ്ട്, പൂവില്ലാണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയുകയാണെങ്കിൽ മഴക്കാലത്ത് ചെടികളിൽ ഇല കൂടുമെങ്കിലും പൂക്കൾ കുറയുന്നു. അത്
അധികം വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണമെന്നും പറയുന്നുണ്ട്. ഇത് ശരിയാണ്. കാരണം മഴക്കാലത്ത് പൂക്കൾ പോകുന്നത് ഞാൻ നേരിട്ട് കഴിഞ്ഞ മഴക്കാലത്ത് ധാരാളം കണ്ടതാണ്.